ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് കർത്താവ് നമ്മളെ ഒത്തിരി ആയിട്ട് അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് ചിലരൊക്കെ ചിന്തിക്കുക അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്, ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുക എന്ന് പറയുന്നത്. പക്ഷെ അത് എളുപ്പമാണ്. കാരണം എങ്ങനെയെന്ന് പറയുമ്പോൾ ദൈവവചനത്താൽ നമുക്ക് അവൻ്റെ വഴികളിലൂടെ നടക്കാൻ സാധിക്കും. ദൈവവചനം ആ വഴികളിലൂടെ നമ്മളെ നടത്തുന്ന നമ്മുടെ പാതയ്ക്ക് പ്രകാശമായിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ വചനം എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവ വഴികളിലൂടെ നടക്കുവാനായിട്ട് നിങ്ങൾ കൂടുതൽ പ്രാപ്തരാകുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ പ്രാപ്തിയുള്ളതാക്കി പരിശുദ്ധാത്മാവ് മാറ്റുകയാണ് ചെയ്യുന്നത്. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സൗദിയിൽ നിന്ന് അനോൾ ഷിബിനാണ് ആദ്യത്തെ ഒരു കീ സ്പോൺസറാണ്. ഇന്ന് അനോൾ ഷിബിൻ്റെ അതുപോലെ ഷിബിൻ്റെയും 11ാമത്തെ വിവാഹ വാർഷികമാണ്. ഹാപ്പി ആനിവേഴ്സറി അനോൾ ആൻഡ് ഷിബിൻ. കർത്താവ് ധാരാളമായിട്ട് രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. കൂടുതൽ സ്നേഹത്തിലും എന്താ പറയുക, ഒരു മനസ്സിലും ഐക്യതയിലും എല്ലാം ആ ദൈവികമായ നന്മയിലും ഒരുമിച്ച് പോകുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, അനോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഹോസ്പിറ്റൽ ഹൗസ് അലവൻസ് ലഭിക്കുവാനും അതുപോലെ വീസ ലഭിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൾ ഗ്ലോറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2-3 വർഷമായി തുടരുന്ന കടുത്ത ചുമയും അലർജിയും യേശുവിന്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. ഇളയ മകൾ സൈനോരയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ അവളുടെ യൂട്രിക് ഏരിയയിലുള്ള അലർജികൾ സൗഖ്യമാകുവാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് ഷിബിന് ജോലി ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇന്നൊരു കോ സ്പോൺസർ കൂടിയുണ്ട്. അഹമ്മദാബാദിൽ നിന്ന് അരുൺ കുമാറാണ്. താങ്ക് യു ബ്രദർ അരുൺ കുമാർ. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മകൾ തൻവിക്ക് വീസ ലഭിക്കുവാൻ കർത്താവിന്റെ കൃപയുണ്ടാകട്ടെ, അനുഗ്രഹങ്ങൾ വരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹോളി സ്പിരിറ്റ് സിനഡ് 2025 വരികയാണ്. ഈ മാസം 24, 25, 26 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ട്. കൂടുതൽ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാം. രജിസ്ട്രേഷൻ ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. ഈ 3 ദിവസങ്ങളിൽ ഓരോ രാവിലെ സെഷൻസ് ഉണ്ട്, ഉച്ചയ്ക്കുണ്ട്, വൈകിട്ടുണ്ട്. അതുപോലെ ശനിയാഴ്ചയും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുണ്ട്. ഞായറാഴ്ച ആരാധനയോട് കൂടിയാണ് ഇത് അവസാനിക്കുന്നത്. കുടുംബമായിട്ട് കടന്നു വരിക. നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ധാരാളം ഹോട്ടൽസ് ഒക്കെ കൊച്ചിയിലുണ്ട്. നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക, ലീവൊക്കെ നേരത്തെ പറഞ്ഞു വെക്കുക, കടന്നു വരിക. കർത്താവ് വലിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തന്നെ ഇന്നത്തെ വചന സന്ദേശത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ വചന സന്ദേശം, ആർ യു ടെസ്റ്റഡ് ബൈ അഡ്വേഴ്സിറ്റീസ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. അതായത്, നിങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ഉത്തരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് പാസ്റ്റർ ഡാമി നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. നമ്മൾ ദർശനത്തെക്കുറിച്ചാണല്ലോ ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റത്തേതാണ് നമ്മൾ കയറി പിടിച്ചിരിക്കുന്നത്. ദൈവദർശനം വേണമെന്ന് പറഞ്ഞു. നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചൊരു ദർശനം നമുക്കുണ്ടായിരിക്കണം. നിത്യത എന്താണ്, അതിനെക്കുറിച്ചൊരു ദർശനം നമുക്ക് ആവശ്യമാണ്. സഭയെക്കുറിച്ച് ദർശനം ആവശ്യമാണ്. പിന്നെ അങ്ങനെ വന്ന് ഏറ്റവും അവസാനം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, we should have a personal vision for our own life. സ്വന്തം ജീവിതത്തെക്കുറിച്ചൊരു ദർശനം, വ്യക്തിപരമായ ദർശനം. ഞാൻ എന്തിനാ ഈ ഭൂമിയിൽ വന്നത്? മൃഗങ്ങളെല്ലാം ജീവിക്കുന്നത് പോലെ, പക്ഷികൾ ജീവിക്കുന്നത് പോലെ, പക്ഷികളും മൃഗങ്ങളും ഒക്കെ അവരുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റിൽ അവർ കുഞ്ഞ് പിറന്നു വീഴുന്നു, എന്നിട്ട് പതുക്കെ വളരുന്നതിന് ശേഷം ഇതാകുമ്പോഴേക്കും അവരുടെ പ്രജനനം നടക്കുന്നു.
പ്രത്യുൽപാദനം നടക്കുന്നു. എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, റെസ്റ്റ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിക്കുന്നു, സഞ്ചരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകുന്നു, ഇവിടുന്ന് പോകുന്നു, സ്ഥലം കാലിയാക്കും. ഇതാണോ മനുഷ്യജീവിതം? മനുഷ്യജീവിതത്തെക്കുറിച്ച് ഒത്തിരി ഫിലോസഫിയൊക്കെ ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരു മീറ്റിങ്ങിൽ, ഏതാണ് എനിക്ക് ഓർമ്മയില്ല, SNF ആണെന്ന് തോന്നുന്നു, സെറ്റ് ദ നേഷൻസ് ഓൺ ഫയർ മീറ്റിങ്ങിലാണെന്ന് ഞാൻ ഒരു സീരിയസ് ആയിട്ട് ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് ഉള്ള ഒത്തിരി കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് ഒരു മെസ്സേജ് സീരീസ് കൊടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ പലരും ജീവിതത്തെക്കുറിച്ച് തന്നെയുള്ളവരുടെ ഫിലോസഫി എന്ന് പറയുന്നത്, എന്താ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൊക്കെ മുളയല്ലേ മോനെ, ഇന്നുണ്ട് പൊട്ടി നാളെ. മനുഷ്യ ജീവിതം ഒരു ആവിയല്ലേ മോനെ, ഇങ്ങനെ ഇഡലി ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ ഒരു ആവി ഇങ്ങനെ അതങ്ങ് പോയി തീർന്നു. വെള്ളത്തിൽ വരച്ച വിലാപകാവ്യമാണ് മനുഷ്യജീവിതം, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. വെള്ളത്തിൻ്റെ മുകളിൽ ഒരാളൊരു വിലാപകാവ്യം എഴുതി, അടുത്ത ഓളം വന്നപ്പോഴേക്കും അതങ്ങ് പോയി. വെള്ളത്തിൽ വരച്ച വര പോലെയാണ് മനുഷ്യൻ, ഇന്നുണ്ട് നാളെയില്ല. ഇന്നലത്തെ മഴയിൽ കുരുത്ത തകരയാണ്, ഇന്നുണ്ട് പുഷ്പിച്ചു നാളെയില്ല. പുല്ലുപാടി, പൂ വിതർന്നു പോയി. ഇങ്ങനെ വളരെ പെസിമിസ്റ്റിക്കായി നെഗറ്റീവായി മനുഷ്യ ജീവിതത്തെ കാണുന്നവരുണ്ട്. കർത്താവ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഈ സകല ഭൂമിയേക്കാൾ, സർവഭൂമിയേക്കാളും വിലയേറിയതാണ് ഒരു മനുഷ്യന്റെ പ്രാണൻ, ജീവൻ, ജീവിതം. മൊത്തം ഭൂമി എടുത്ത്, ഇവിടെ ഒരു ഗ്ലോബ് ഇരിപ്പുണ്ടല്ലോ, എത്രയോ രാജ്യങ്ങൾ, എത്രയോ മനുഷ്യർ, അവിടെയുള്ള വെൽത്തുകൾ, സമുദ്രത്തിൽ മുഴുവനുമുള്ള വെൽത്ത്. എന്നാ വെൽത്താണ് സമുദ്രത്തിന്റെ അകത്ത് കിടക്കുന്നത്? മുത്തുകൾ, മുത്തുച്ചിപ്പികൾ തുടങ്ങി എന്തെല്ലാം കിടക്കുന്നു. ഇതിൻ്റെ അകത്തൊക്കെ കിടക്കുന്ന ഓയില് മാത്രം ട്രില്യൺ ഡോളർ വിലയുള്ള ഓയിൽ കിടപ്പുണ്ട്. ഇവിടെയുള്ള എല്ലാ കെട്ടിടങ്ങൾ ഒന്നും വേണ്ട, ഓരോ ഇതാണ്ട് ഇന്ത്യ, ഇതിലെ ഓരോ സെന്റ് ഭൂമിക്കുമുള്ള വില വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ മാത്രം, ഈ പെനിൻസുല മാത്രം എടുത്തു കഴിഞ്ഞാലുള്ള വില എന്താ? കിടക്കുന്നു. ആഫ്രിക്ക, മറ്റേത് ഭൂഖണ്ഡങ്ങൾ എല്ലാം കിടക്കുക. ഈ മൊത്തം ഭൂമി എടുത്താൽ അതിൻ്റെ വിലയേക്കാൾ വലുതാണ് നമ്മുടെ അകത്തിരിക്കുന്ന ജീവൻ, പ്രാണൻ, ആത്മാവ് എന്ന് പറഞ്ഞാൽ. അപ്പൊ വെറുതെ ഈ ശരീരം മാത്രം വെച്ചുകൊണ്ട് ചിന്തിക്കരുത്. അതിനകത്തൊരു സാധനം ഇരിപ്പുണ്ട്, നിത്യതയിലേക്ക് ജീവിക്കേണ്ട ഒരു ആത്മാവ് ഇരിപ്പുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയും. നമുക്ക് വിശ്വസിക്കാമല്ലോ. ആധികാരികമായി സൃഷ്ടിച്ചവൻ പറയും. 1 തെസ്സലോനിക്കർ 5:23 ഞാൻ എപ്പോഴും പറയാറുണ്ട്. മനുഷ്യൻ വെറും ശരീരം മാത്രമല്ല, പ്രാണൻ അഥവാ ദേഹിയും ആത്മാവത്തിൽപ്പെട്ടു, സോൾ ആൻഡ് സ്പിരിറ്റ്, ഇതാണ് ഇറ്റേണൽ. മാത്രമല്ല ഒരു ശരീരം ഇനി നമുക്ക് കിട്ടും, ഇമ്മോർട്ടൽ ബോഡി. 2 തരത്തിലായിരിക്കും. ഒന്ന് സ്വർഗീയ ശരീരം, മറ്റേത് നാശത്തിന് വേണ്ടിയുള്ള ശരീരം, നിത്യലജ്ജയ്ക്ക് വേണ്ടിയുള്ള ശരീരം, നിത്യനാശത്തിന് വേണ്ടിയുള്ള ശരീരം. ഇതൊക്കെ ബൈബിൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വളരെ പെസിമിസ്റ്റിക്കായി വിഷാദ രൂപത്തിലൊക്കെ ഇങ്ങനെ, ഞാൻ ചിലരുടെയൊക്കെ വാട്സപ്പ് സ്റ്റേറ്റസും ഇൻസ്റ്റഗ്രാം സ്റ്റേറ്റസ് കാണുമ്പോൾ അവരിങ്ങനെ ചിലപ്പോൾ ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥയിലായിരിക്കും. ചിലപ്പോൾ ഭർത്താവ് ഇട്ടിട്ട് പോയി, കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ല, സ്നേഹിച്ച ബോയ് ഫ്രണ്ട് ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ഇട്ടിട്ട് പോയി. അത് പല പല ബ്രേക്കപ്സ് നടന്നു. പിന്നെ IAS വേണ്ടിയിട്ട് ഒത്തിരി ആഗ്രഹിച്ചു, കോച്ചിങ്ങിന് പോയി, കുറേ നാളതിന് വേണ്ടി ഒത്തിരി പഠിച്ചു, വായിച്ചു, പക്ഷെ കിട്ടിയില്ല. എൻ്റെ പ്രിലിമിനറി പോലും കിട്ടിയില്ല ബ്രദറേ. അല്ലെങ്കിൽ ഇത്ര പേപ്പർ എഴുതി, പക്ഷെ ബാക്കി എത്തിക്കാൻ പറ്റിയില്ല, വീട്ടിലെ സാഹചര്യങ്ങൾ. അച്ഛന് വയ്യ. ആകപ്പാടൊരു ബ്രെഡ് വിന്നറായിട്ടുണ്ടായിരുന്ന അച്ഛനാണ്, അച്ഛൻ കിടപ്പിലാണ്, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചുപോയി. എങ്ങനെ മുന്നിലേക്ക് പോകണമെന്ന് അറിയില്ല, ആരും സഹായിക്കാനില്ല, പല വാതിലുകളും ഒന്നും തുറക്കുന്നില്ല. അപ്പോൾ ഒരു സ്റ്റേറ്റസ് വരും. ഏതെങ്കിലും ഒരു സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ വിഷാദ രോഗമുള്ള കവികൾ എഴുതിയ
വിഷാദകാവ്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ സ്റ്റേറ്റസിലിടുന്നത്. ഞാൻ പലതും വായിക്കാറുണ്ട്, മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ. എൻ്റെ ആകത്തുക ഏത്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലിവിങ് ഹിയർ? വാട്ട് ഈസ് ദ പോയിന്റ് ഇൻ ലിവിങ് ഇൻ ദിസ് വേൾഡ്? എന്തിന് ഞാനിവിടെ ജനിച്ചു, എന്തിന് ഞാൻ ജീവിക്കും? ഇങ്ങനെ ഭയങ്കരമായി ജീവിതം നിരാശ പിടിച്ച്, ഈ ചെമ്പിലും ഈ പിച്ചളയിലൊക്കെ ക്ലാവ് പിടിക്കുന്നത് പോലെ, ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത് പോലെ, അഴുക്ക് പിടിക്കുന്നത് പോലെ ഇങ്ങനെ ക്ലാവ് പിടിച്ച ജീവിതങ്ങൾ, അങ്ങനെയുള്ള ചിന്തകൾ, വേൾഡ് വ്യൂ ആയിട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. എനിക്ക് അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കൊണ്ട് നേരിട്ടിങ്ങനെ പിടിച്ചിങ്ങനെ കുലുക്കി കണ്ണിലേക്ക് നോക്കിയിട്ട് ഇതൊന്നുമല്ല, ഇതിനൊന്നുമല്ല കർത്താവ് നിന്നെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞ് 2 വഴക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് മുന്നിലേക്ക് തള്ളിവിടണമെന്ന് എനിക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട്. ഈ മോർണിംഗ് ഗ്ലോറിയുടെ കുറച്ചെങ്കിലും അത് നടക്കട്ടെ. നിങ്ങളത് ചെയ്യണേ പ്ലീസ്. നിരാശ പിടിച്ച് വളഞ്ഞുകൂടി നായെപ്പോലെ അല്ലെങ്കിൽ ചെമ്മീൻ പോലെ ചുരുണ്ട് കിടക്കുന്നവരെയൊക്കെ പിടിച്ച് ഒരു ബൂസ്റ്റർ ഡോസ് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്ത് മുന്നിലേക്ക് ഓടിക്കണം. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ, ഇന്ന് ആരാലും അറിയപ്പെടാതെ എവിടെയെങ്കിലൊക്കെ മുറിയുടെ മൂലയിൽ നിരാശ പിടിച്ച് ഇരുട്ടിൽ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്ന, ഇവിടെ മുറിക്കണോ ഇവിടെ മുറിക്കണോ എന്ന് മാത്രം തീരുമാനിച്ചു. ഇടത്തെ കൈ മുറിക്കണോ വലത്തെ കൈ മുറിക്കണോ? ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രദറെ, ഞാൻ ഇടത്തെ കൈ വെള്ളത്തിലിടണോ വലത്തെ കൈ വെള്ളത്തിലിടണോ? എങ്ങനെ ഞാൻ ചാകണം? അതോ ഷോളോ സാരിയോ കയറോ കെട്ടി തൂങ്ങണോ? ബ്രദർ പറ. അല്ലെങ്കിൽ ദേ ഇവിടെ പ്ലഗ് പോയിന്റ് ഉണ്ട്, 2 പേരെടുത്ത് ഞാൻ ഷോക്കടിച്ച് മരിക്കട്ടെ? ബ്രദർ പറ, എങ്ങനെ മരിക്കണം? അതോ റെയിലിൽ പോയി ചാകണോ? ഏത് രീതിയിൽ ചാകണമെന്ന് ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറ. എന്റെ കുഞ്ഞ്, നിന്നെ അതിനൊന്നുമല്ല കർത്താവ് സൃഷ്ടിച്ചത്. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. ആ നിരാശയുടെയും മരണചിന്തകളുടെയും ആത്മഹത്യാ ചിന്തകളുടെയും ആ സാധനത്തെ പറിച്ചൂരി കളഞ്ഞിട്ടൊരൊറ്റ പ്രാർത്ഥന, ദൈവമേ, നീ എന്തിനു വേണ്ടി എന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു? What am I to do here? Give me the duty list. Give me the assignment. എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അപ്പൊ പരിശുദ്ധാത്മ വെളിപ്പെടുത്തും, മോനെ മോളെ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത്. ഇങ്ങനെ നിരാശപ്പെട്ട അവിടെ ഈ ഏലിയാവൊക്കെ ചുരുണ്ടുകൂടി കിടന്നു. ഇതിനൊന്നുമല്ല, വലിയ കാര്യങ്ങൾ. യിരെമ്യാവിന്റെ പുസ്തകം 29:13 എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെ കുറിച്ചുള്ള എൻ്റെ ആലോചനകൾ, പ്ലാനുകൾ, പദ്ധതികൾ തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ട് അത്രയെന്ന് ഞാൻ അറിയുന്നു. God has no bad plans for you. ദൈവത്തിന് നല്ല പദ്ധതികൾ മാത്രമേ. പക്ഷെ എന്തുകൊണ്ടാണ് ബ്രദറെ പിന്നെ ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ആ പദ്ധതിയിലോട്ട് ഇതുവരെ കയറിയിട്ടില്ല. നമ്മൾ നമ്മുടെ വഴിക്ക് നടക്കൂലേ? എത്ര പേരിരുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ, എന്നെ കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി എന്താണ്? വാട്ട് ഈസ് യുവർ വിൽ ഫോർ മീ ലോർഡ്? നിന്റെ ഇഷ്ടം എന്താണ്? വെളിപ്പെടുത്തണേ. ഒരു പ്രവാചകനൊന്നും വരേണ്ട ആവശ്യമില്ല. അകത്ത് പ്രാർത്ഥനയിൽ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, വചനത്തിലൂടെ പരതുമ്പോൾ അകത്ത് ഇത് ഫോം ചെയ്തു വരും. ഇത് ആമസോണിൽ മേടിക്കാൻ കിട്ടില്ല. കേൾക്കുന്നുണ്ടോ? ഒരുവന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദർശനം ഈബേയിൽ സെർച്ച് ചെയ്താൽ കിട്ടില്ല, ആമസോണിൽ കിട്ടില്ല, OLXൽ കിട്ടില്ല, ഒരു ഓൺലൈൻ ഷോപ്പിലും ഇത് കിട്ടാൻ പോകുന്നില്ല കുഞ്ഞെ. ഇത് പരിശുദ്ധാത്മാവിലൂടെ നേടിയെടുക്കണം. ഏർലിയർ ദ ബെറ്റർ. എത്രയും നേരത്തെ കിട്ടിയ അത്രയും ആയുസ് വേസ്റ്റ് ആകാതിരിക്കാൻ. അപ്പൊ ചിലർ ഇതുവരെ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, പ്രായമൊക്കെ എത്രയായി? 60കളിലാണ് ബ്രദറെ ഞാൻ, 70കളിലാണ് ബ്രദറെ ഞാൻ, 80കളിലാണ് ബ്രദറെ ഞാൻ. ഇനി എത്ര ദിവസങ്ങൾ എൻ്റെ മുമ്പിൽ ഉണ്ടെന്ന് പോലും എനിക്കറിയാം. ആ ബാക്കി ആ ഫിനിഷിംഗ് പോയിന്റ് റെഡിയാക്കിയാൽ മതി. ക്രൂശിൽ യേശുവിനോടൊപ്പം തൂങ്ങിയ കള്ളൻ ലാസ്റ്റ് മൊമെന്റിലല്ലേ ശരിയാക്കി അങ്ങ് പോയത്. രക്ഷപ്പെട്ടല്ലോ, ആള് രക്ഷപ്പെട്ടല്ലോ, അത് പോയി. ഞാൻ ഒരു വചനഭാഗത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോവുക. കം വിത്ത് മീ. ഫിലിപ്പി ലേഖനം 1:21 മുതൽ 26 വരെയുള്ള വചനഭാഗം എടുത്ത് നോക്കാൻ പോവാം. കഴിഞ്ഞൊരു ദിവസം ഈ ശൗൽ എന്ന് പറയുന്ന ആളെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. സൗൾ എന്നാണ് ചില പരിഭാഷകളിൽ. ശൗൽ
എന്ന ചില പരിഭാഷകളിൽ, സോൾ എന്ന ഇംഗ്ലീഷിൽ അദ്ദേഹത്തിൻ്റെ യേശുവുമായുള്ള എൻകൗണ്ടറിന് ശേഷം ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ അകപ്പാടെയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്നവരെ കൊല്ലുക എന്നുള്ളതായിരുന്നു. ഹി വാസ് എ ടെററിസ്റ്റ്, ഒരു ഭീകരനായിരുന്നു. എന്നാൽ യേശുവിനെ കണ്ട ശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാം അങ്ങ് മാറി. അദ്ദേഹത്തിന് അപ്പോഴാണ് ലൈഫിന് ഒരു വിഷനും മിഷനും ഒക്കെ കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഫിലിപ്പിയൻസ് 1:21, ഫിലിപ്പ് ലേഖനം 1:21, For to me to live is Christ and to die is gain. Wow. ലോകത്തിൽ ഒരാളും പറയാത്ത സാധനമാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. പണ്ട് കാലത്ത് പറയും, ആന ജീവിച്ചാലും ചരിഞ്ഞാലും ലാഭം. ആന ജീവിച്ചിരിക്കുവാണെങ്കിൽ ആനയെ കൊണ്ട് തടിയെടുപ്പിച്ചും പണിയെടുപ്പിച്ചും അവരുടെ കൊണ്ട് ഇങ്ങനെ നിർത്തിയൊക്കെ കാശ് മേടിക്കാം, പ്രോഫിറ്റബിളാണ്. ചരിഞ്ഞെന്നിരിക്കട്ടെ, ആന ചരിയാന്ന് ഉദ്ദേശിക്കുന്ന ആന ചത്തു. ആനയുടെ കൊമ്പ് ഊരിയെടുത്താലും നഖം ഊരിയെടുത്താലും പല്ല് ഊരിയെടുത്താലും എല്ലാം കാശാണ്. അപ്പൊ അതുകൊണ്ട് ആന ചത്താലും ആന ജീവിച്ചാലും ചത്താലും ലാഭമാണ്. അതാണ് ഇവിടെ പറയുന്നത്, For to me to live is Christ and to die is gain. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമാണ്. അതിനുശേഷം പറയുന്നതൊക്കെ കേട്ടോ, if I am to go on living in the body, this will mean fruitful labor for me. Yet what shall I choose? I do not know. അദ്ദേഹം പറയുവാണ്, ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുവാണെങ്കിൽ, ഞാൻ തുടർന്ന് ജീവിക്കുവാണെങ്കിൽ, ദിസ് വിൽ മീൻ ഫ്രൂട്ട്ഫുൾ ലേബർ ഫോർ മീ. എന്ന് വെച്ചാൽ വളരെ ഫലമുളവാക്കുന്ന അധ്വാനമായിരിക്കും. വളരെ നന്നായിട്ട് ഞാൻ തുടർന്നും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. യെറ്റ് വാട്ട് ഷാൽ ഐ ചൂസ്? എങ്കിലും എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ എം ടോൺ ബിറ്റ്വീൻ ദ ടു. രണ്ട് കാര്യങ്ങളിൽ ഞാൻ ഞരങ്ങുകയാണ്, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഐ ഡിസൈഡ് ടു ഡിപ്പാർട്ട് ആൻഡ് ബി വിത്ത് ക്രൈസ്റ്റ്. എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, പെട്ടെന്ന് തന്നെ ശരീരം വിട്ടുപോയി ക്രിസ്തുവിനോടുകൂടി ഇരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വിച്ച് ഈസ് ബെറ്റർ ബൈ ഫാർ. കാരണം അതെല്ലാറ്റിനേക്കാളും ഏറ്റവും നല്ലതാണ്. എപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നാലും, ആത്മാവ് പുറത്തേക്ക് വന്നാലും, അഥവാ ഞാൻ മരിച്ചാലും, ആ മൊമെന്റ് മുതൽ ഞാൻ ക്രിസ്തുവിനോടൊപ്പമായിരിക്കും. എന്ന് വെച്ചാൽ മരിച്ചാൽ അത് ക്രിസ്തുവിനോടുകൂടെ ചേരുന്നതിന് തുല്യമാണ്. ഇത്രയും വർഷങ്ങൾ ഡമാസ്കോസിലേക്കുള്ള വഴിയിൽ ആ ഗേറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ നട്ടുച്ചയ്ക്ക് സൂര്യനേക്കാൾ പ്രഭയിൽ പ്രത്യക്ഷപ്പെട്ട എൻ്റെ ആ കർത്താവിനെ, അതിനുശേഷം ഇടയ്ക്കൊക്കെ സ്വർഗത്തിൽ പോയി, 3-ാം സ്വർഗത്തിലൊക്കെ പോയി കണ്ടെങ്കിലും, അവൻ്റെ സാന്നിധ്യം, ആ യേശുവിനോട് കൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ, ഓ മൈ ഗോഡ്, എല്ലാ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ അതോടെ തീർന്നു. കണ്ണുനീരില്ല, ദുഃഖമില്ല, ഒന്നുമില്ലാതെ കർത്താവിനോടുകൂടി ഇരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, വിച്ച് ഈസ് ബെറ്റർ ബൈ ഫാർ. എല്ലാം കൊണ്ടും നല്ലതാണ്. ബട്ട് ഇറ്റ് ഈസ് മോർ നെസസറി ഫോർ യു ദാറ്റ് ഐ റിമെയിൻ ഇൻ ദ ബോഡി. എന്നാൽ നിങ്ങളെ ഓർത്തിട്ട് ഈ ശരീരത്തിൽ തന്നെ കുറച്ചു നാൾ കൂടി ജീവിച്ചിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. സോ ദാറ്റ് ഐ ക്യാൻ സെർവ് യു. നിങ്ങളെനിക്ക് ശുശ്രൂഷിക്കാമല്ലോ, നിങ്ങളെ കുറച്ചുകൂടി എനിക്ക് പഠിപ്പിക്കാം, വെളിപ്പാടുകൾ പറഞ്ഞു തരാം, നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ കാണാം. ഫിലിപ്പിയരോട് പറയാം, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതനുസരിച്ച് എല്ലാ റോമാലേഖനം മുതൽ ഇങ്ങോട്ട് പൗലോസ് എഴുതിയ ഇടയലേഖനങ്ങൾ വരെയുള്ള എല്ലാ ലേഖനങ്ങളും എടുത്താൽ, സഭകൾക്ക് എഴുതിയ ലേഖനങ്ങൾ മാത്രം എടുത്താൽ, ഈ ഫിലിപ്പ്യ സഭയോട് അദ്ദേഹത്തിന് ഭയങ്കരമായൊരു ഹാർട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ഗലാത്യരോട് ശത്രുക്കളെ പോലെ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് പറഞ്ഞാൽ ആക്രോശിച്ചെഴുതുമ്പോൾ, ഫിലിപ്പ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ കൂട്ടുകാർക്ക് എഴുതുന്നത് പോലെ ഭയങ്കര ഹാർട്ട് കണക്ഷൻ ഉള്ളവർക്ക് എഴുതുന്ന പോലെയാണ്. അതിന് കാരണം ഫിലിപ്പ്യ സഭ ഒറ്റ സഭയാണ്. തൻ്റെ എല്ലാ മിഷണറി യാത്രകളിലും സാമ്പത്തികമായി തന്നെ സഹായിക്കുകയും എല്ലാ നിലയിൽ തൻ്റെ ക്ഷേമം അന്വേഷിക്കുകയും ഭയങ്കരമായി അറ്റാച്ച്ഡായി നിന്നൊരു സഭയാണ് ഫിലിപ്പ്യ സഭ. അതുകൊണ്ട് നിങ്ങൾ നിമിത്തം നിങ്ങളെ വീണ്ടും ഒന്ന് കാണാനും ഫെലോഷിപ്പ് ഉണ്ടാകാനും ശുശ്രൂഷിക്കാനൊക്കെ ആഗ്രഹമുള്ളത് കൊണ്ട് ഐ വാണ്ട് ടു റിമെയിൻ ഇൻ ദ ബോഡി.
I will continue with all of you for your progress and joy in the faith. വിശ്വാസത്തിൽ വളരെ നിങ്ങൾ സന്തോഷിച്ചിരിക്കാനും നിങ്ങളുടെ ആ പുരോഗതി ഒന്ന് കാണാനും വേണ്ടി കുറച്ച് നാളുകൂടെ ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. So that through my being with you again, your boasting in Christ Jesus will abound on account of me. ഞാൻ നിമിത്തം ക്രിസ്തുവിലുള്ള നിങ്ങളുടെ പുകഴ്ച അതൊന്ന് വർദ്ധിക്കാനൊക്കെ കാണാനൊക്കെ ആയിട്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് മരിച്ചാലും ലാഭമാണ്, ജീവിച്ചിരിക്കുവാണെങ്കിൽ ഇനിയും കുറച്ച് നാൾ കൂടെ കർത്താവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നല്ലൊരു മിനിസ്ട്രി ചെയ്യാം. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിക്കുന്നു കുറച്ച് നാളുകൂടി ഞാൻ ജീവിച്ചിരിക്കും. സോ വൺസ് ലൈഫ് വിഷൻ ഈസ് കമ്മിങ് ഫ്രം ഗാഡ്. എഴുതി വെക്കുക, ദർശനം, ജീവിതത്തെക്കുറിച്ചുള്ള ദർശനം വരേണ്ടത് ദൈവത്തിൽ നിന്നാണ്. അതല്ലാതെ വരുന്നതെല്ലാം ആംബിഷൻ ആയിരിക്കും, ഡിസയർ ആയിരിക്കും, അഭിലാഷമായിരിക്കും, മോഹമായിരിക്കും, ചുമ്മാ സ്വപ്നമായിരിക്കും. എന്നാൽ ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ് ജീവിത ദർശനം. അടുത്തത്, ഗാഡ് ഈസ് ദ ഒറിജിൻ ആൻഡ് ഓഥർ ഓഫ് അവർ വിഷൻ. നമ്മുടെ നല്ല യഥാർത്ഥ ദർശനത്തിൻ്റെ ഉറവിടം, അതിൻ്റെ രചയിതാവ്, അതിനെ ഉളവാക്കുന്നവൻ, സൃഷ്ടിക്കുന്നവൻ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ ലൈഫ് വിഷന് വേണ്ടി പ്രവാചകന്മാരുടെ അടുത്തോ പ്രാർത്ഥനക്കാരുടെ അടുത്തോ ഒന്നും പോകരുത്. സ്വന്തമായി പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച് 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 അകത്തൊരു ഭയങ്കര കൺവിക്ഷൻ ഉണ്ടാകും. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഇത് ചെയ്യാനാണ്. ഒത്തിരി ക്രൈസ്തവർക്കും വിശ്വാസികൾക്ക് അറിയില്ല എന്തിനാണ് ജീവിക്കുന്നത്. ആകെ അവർക്കറിയാം, അന്ന് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മ പ്രാപിച്ച് സഭയിൽ പോയി ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, സങ്കീർത്തനം വായിക്കുന്നു, സദൃശവാക്യം വായിക്കുന്നു, പുതിയ നിയമത്തിൽ നിന്ന് 1 അധ്യായം വായിക്കുന്നു, പഴയ നിയമത്തിൽ നിന്ന് 3 അധ്യായം വായിക്കുന്നു, അത്ര കാഴ്ച കൊടുക്കുന്നുണ്ട്, ദേശാംശം കൊടുക്കുന്നുണ്ട്, പരസ്യയോഗത്തിലൊക്കെ പറ്റുന്ന പോലെയൊക്കെ പങ്കെടുക്കുന്നുണ്ട്, ബ്രദറെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ആരാധന മുടക്കാറില്ല. ഇതിന്റെ അപ്പുറത്തോട്ടൊന്നും അറിയില്ല. ഹലോ, ഇന്നു മുതൽ പ്രാർത്ഥിക്കണം, ശക്തമായി പ്രാർത്ഥിക്കണം. ഇത് രൂപപ്പെട്ടു വരുന്നത് വരെ പ്രാർത്ഥിക്കണം. ദിസ് വിഷൻ ഈസ് നോട്ട് ഫോർ us, it is for the Lord. ഈ ദർശനം ഒരിക്കലും നമുക്ക് വേണ്ടി, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി അതല്ല, അതിനെക്കുറിച്ചല്ല പറയുന്നത്. അത് മൃഗങ്ങൾക്ക് വരെ ഉണ്ടെന്നേ, ഒരു കുടുംബ സ്നേഹവും കുടുംബത്തിന് വേണ്ടി കരുതുന്നത്. മൃഗങ്ങളിൽ പോലും മനുഷ്യരെക്കാൾ കൂടുതലുണ്ട് പലപ്പോഴും മൃഗങ്ങളിൽ. അതിനെക്കുറിച്ചല്ല, അതല്ല ജീവിത ദർശനം. ഇറ്റ് ഈസ് ടു ഫുൾഫിൽ ഹിസ് വിൽ ആൻഡ് പർപ്പസസ്. ദൈവത്തിൻ്റെ ഇഷ്ടവും അവൻ്റെ ഉദ്ദേശങ്ങളും നിറവേറ്റുവാനുള്ളതാണ് ഈ ജീവിത ദർശനം. എ ഗോഡ് ഗിവൻ വിഷൻ വിൽ ബി ബിഗർ ദാൻ യുവർ വെരി ലൈഫ്. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ദർശനമാണെങ്കിൽ സ്വന്തം ജീവിതത്തെക്കാൾ അത് വലുതായിരിക്കും. ദാറ്റ് ഈസ് ബിയോണ്ട് അവർ ടൈനി ലിറ്റിൽ ലൈഫ്. ജീവിതത്തെക്കാളും വലുതാണത്. ദ റിയൽ വിഷൻ വിൽ ഔട്ട്ലിവ് ദ പേഴ്സൺ ഓഫ് വിഷൻ. ദർശനം കിട്ടിയ ആളുടെ ജീവിതം കഴിഞ്ഞാലും ദർശനം നിൽക്കില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു ഉദാഹരണം പറയാം. മോശയ്ക്ക് ദർശനം കിട്ടി. എന്താണ്? വാഗ്ദത്ത ഭൂമി. 30 ലക്ഷം പേരെ, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ, ദൈവത്തിന്റെ മക്കളെ എവിടെ എത്തിക്കണം? ഇവിടെ നിന്ന്, ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോയി വാഗ്ദത്ത ഭൂമിയിൽ, കനാൻ നാട്ടിൽ എത്തിക്കുക. അതാണ് തൻ്റെ ദർശനം. അത് കാണണം. തൻ്റെ ജീവിതകാലത്ത് നടന്നില്ല, പക്ഷെ ദർശനം നിറവേറി. തൻ്റെ സക്സസറായ യോശുവയുടെ കാലത്ത് അത് നിറവേറി. അതിൻ്റെ അർത്ഥം, ചിലപ്പോൾ ദൈവം നമുക്ക് തരുന്ന ദൈവിക ദർശനം നമ്മുടെ ആയുഷ്കാലത്ത് മുഴുവനായും ഫുൾഫിൽ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ഹാഫ് വേ, ചിലപ്പോൾ ക്വാർട്ടർ വേ, ചിലപ്പോൾ തൊട്ടടുത്ത് വരെ എത്തും, ചിലപ്പോൾ ആയെന്നിരിക്കും. ആയിരുന്നു. പക്ഷെ ദർശനം നമ്മുടെ ആയുസ്സിനപ്പുറത്തേക്ക് നീളുന്നതാണ്. എഴുതി വെക്കുക, ദർശനം നമ്മുടെ സ്വന്തം ആയുസ്സിന്റെ അപ്പുറത്തേക്ക് നീളുന്നതാണ് ദർശനം. വാവ്. A vision will always be tested by adversities. വലിയ പ്രതികൂലത്തിന്റെ കാറ്റുകളിൽ ഈ ദർശനം ടെസ്റ്റ് ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ ദർശനമുള്ള ഒരാൾക്ക് പല വിഘാതങ്ങളും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും ഒക്കെ മുമ്പിൽ വരും. ഒരിക്കലും നിറവേറില്ല എന്നതുപോലെ പ്രശ്നങ്ങൾ വന്ന് മുമ്പിൽ നിരന്നു നിൽക്കും. പ്രശ്നങ്ങൾ വന്ന് ഗോലിയാത്തിനെ പോലെ ഇങ്ങനെ നിൽക്കും.
നീ മുന്നിലേക്ക് പോകുന്നു, ഞാനൊന്ന് കാണട്ടെ, നിന്നെ ഞാൻ തട്ടും. ഇങ്ങനെ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, കുടുംബം, ഇതെല്ലാം വന്ന് നിൽക്കും. The poorest person, listen to this, the poorest person in the world is a person without a vision. ബാങ്കിൽ FD ഇല്ല, ബാങ്ക് അക്കൗണ്ടും ഇല്ല ബ്രദറെ, ഒരു തുണ്ടി ഭൂമി പോലുമില്ല, കയറിക്കിടക്കാൻ ഒരു സ്ഥലമില്ല. അങ്ങനെ പറയുന്നവരല്ല ദരിദ്രർ. ലോകത്തിലെ ഏറ്റവും ദരിദ്രൻ ആരാണെന്ന് ചോദിച്ചാൽ ദർശനമില്ലാത്തൊരു വ്യക്തിയാണ്. പോക്കറ്റ് കാലിയാണെങ്കിലും, ബാങ്ക് കാലിയാണെങ്കിലും, ഫ്രിഡ്ജിലൊന്നുമില്ലേലും, അടുക്കളയിലൊന്നുമില്ലേലും, ഒന്നും വീട്ടിലില്ലേലും, ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന് പറഞ്ഞാലും ദർശനമുണ്ടെങ്കിൽ യു ആർ ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. സ്വിസ് ബാങ്കിൽ പണം വേണമെന്നില്ല, മറ്റുള്ളവരെ പോലെ വലിയ ആഭിജാത്യമുള്ള വീട്ടിൽ ജനിക്കണമെന്നില്ല, ഒന്നും വേണ്ട. ഒരു ദർശനം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ യു ആർ റിച്ചർ ദാൻ ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെക്കാൾ ധനികൻ ദർശനമുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് മറക്കരുത്. പൗലോസ് പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാണ്. എൻ്റെ ഒറ്റ പരിപാടിയുള്ളൂ, സഭകൾ സ്ഥാപിക്കണം, സഭകൾക്ക് വേണ്ടി ജീവിക്കണം, ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിയണം, ആ കെട്ടിടം പണിതുയർത്തണം. ഞാനൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുക. പലരും പണിയുന്നുണ്ട്, ഞാൻ സൂപ്പർവൈസ് ചെയ്യണം. ഈ ബിൽഡിംഗ് പണി തീരണം. ഇതൊക്കെയായിരുന്നു പൗലോസിന്റെ ദർശനം. കൈനീട്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൈനീട്ട് പഠിക്കും. കർത്താവേ, ഇതിൽ ദൈവവേലക്കാരുണ്ട്, ശുശ്രൂഷകരുണ്ട്, സാധാരണ ജനമുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്. എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കും. ഇനിയുള്ള ആയുസ്, ഇനിയുള്ള നാളുകൾ പാഴാക്കാതെ ദർശനത്തോടെ പോകാൻ എല്ലാവരുടെ അകത്തൊരു ദർശനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവിൽ അത് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഹബക്കൂക്കിന്റെ ലേഖനത്തിൽ വായിക്കും, ദർശനം തെളിവായി എഴുതുക. അങ്ങനെ എഴുതുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണേ. അങ്ങനെയുള്ള ക്ലാരിറ്റി ഉള്ള ദർശനം പരിശുദ്ധാത്മ കൊടുക്കണം. മറ്റുള്ള ഒരാളിൽ നിന്നല്ല, സ്വന്തം പ്രാർത്ഥനയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ഉളവായി വരട്ടെ, ഉളവായി വരട്ടെ, ഉളവായി വരട്ടെ. ആ ദർശനത്തിന് വേണ്ടി ജീവിക്കാൻ എല്ലാവരെയും സഹായിക്കണമേ. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി. ഈ ട്യൂബർകുലോസിസ്, TB, ക്ഷയരോഗം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ, അസിഡിറ്റി സൗഖ്യമാകട്ടെ. In the name of Jesus. Thank you, Lord. Thank you, Lord. Thank you, Lord. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കും. കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഒന്ന് കർത്താവിനോട് ഈ സമയത്ത് പറയുക, കൈനീട്ടി പിടിക്കുക. കർത്താവ് എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി നന്ദി. സമാധാനമില്ലാത്ത ഹൃദയങ്ങൾ സമാധാനം എന്ന് പറയട്ടെ, കുടുംബങ്ങളിൽ സമാധാനം, സ്വസ്ഥത ഉണ്ടാകട്ടെ. ഇന്ന് വരെ ആരാധനയ്ക്ക് വേണ്ടി പുറപ്പെട്ടിട്ടില്ലാത്തവർ ഈ ആഴ്ച മുതൽ, ഈ ഞായറാഴ്ച മുതലെങ്കിലും അത് തുടങ്ങട്ടെ. അനുഗ്രഹിച്ചിരിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. ഗോഡ് ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.